നമുക്ക് രവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സച്ചിക്ക് ദേഷ്യം വന്നു. തന്റെ അച്ഛനെ പറഞ്ഞ പിന്നെ സച്ചിക്ക് ദേഷ്യം വരാതിരിക്കുവോ? അങ്ങനെ ഒടുവിൽ സച്ചി ചോദിച്ചു, എന്താ സാറേ പറഞ്ഞേ? എന്റെ അച്ഛന് പറയണമെന്ന് ചോദിച്ചോണ്ട് അരുൺ എന്ന് പറയുന്ന പോലീസുകാരന്റെ കോളറിന് കയറി പിടിച്ചു. പെട്ടെന്ന് തന്നെ അയാളെ കൈ തട്ടി മാറ്റി. നീ എന്റെ നേരെ കൈ പൊക്കുന്നോടാന്ന് ചോദിച്ചിട്ട് സച്ചിയെ തല്ലാൻ വന്നു. അപ്പോഴേക്കും ബാക്കി പോലീസുകാരൊക്കെ പിടിച്ചു മാറ്റുവാണ്. ആ സമയത്ത് സച്ചി പറഞ്ഞു, സാറേ ദേ വെറുതെ അനാവശ്യമായിട്ട് എന്നെ പ്രകോപിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സാറിനറിയാം, നോ എൻട്രി ബോർഡിന് താഴെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഫൈൻ അടച്ചാൽ മതി. അതിന് പകരം സാർ എന്നോട് ഇപ്പൊ ചെയ്തോണ്ടല്ലോ. അത് കേട്ടപ്പോ അയാൾ പറഞ്ഞു, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ, നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ അടുത്തേക്ക് വന്നു. സച്ചി പറഞ്ഞു, വേണ്ട സാറേ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. പിന്നീട് സച്ചി കാറിലേക്ക് കയറി കാർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും അരുൺ എന്ന് പറയുന്ന പോലീസുകാരൻ വന്ന് കാറിന്റെ കീ അങ്ങോട്ട് ഊരിയെടുത്തു. അങ്ങനെ ഇപ്പൊ നീ അങ്ങോട്ട് പോകാൻ വരട്ടെ. പെട്ടെന്ന് സച്ചി ഇറങ്ങിയിട്ട് പറഞ്ഞു, സാറേ കാറിന്റെ കീ തരുന്നില്ലടാ, നീ പോലീസ് സ്റ്റേഷനിലേക്ക് വാ, അവിടെ വന്ന് കാറ് വാങ്ങിച്ചോണ്ട് പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അയാളും കൂടെ കാറിലേക്ക് കയറി കാറ് ഓടിച്ചോണ്ട് നേരെ സ്റ്റേഷനിലേക്ക് പോയി. അപ്പോഴേക്കും ബാക്കി രണ്ട് പോലീസുകാർ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഇന്ന് പുതിയതായിട്ട് ചാർജ് എടുത്ത പോലീസുകാരനാ. പിന്നെ മാന്യമര്യാദയ്ക്കൊക്കെ നിൽക്കണ കുഴപ്പമില്ലായിരുന്നു. നീ എന്തിനാ സാറിന്റെ മേലെ കൈവെക്കാൻ പോയത്? സാറേ ഞാൻ കൈവച്ചൊന്നും ഇല്ലല്ലോ. പിന്നെ എന്റെ അച്ഛന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ദേഷ്യം വരില്ലെന്ന് ചോദിച്ചു. അങ്ങനെയാണ് നീ അവിടെ ഒന്ന് കാർ എടുക്കാൻ നോക്ക്, ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ അവരും അങ്ങോട്ട് പോയി. സച്ചിക്ക് ആകെപ്പാടെ ദേഷ്യവും സങ്കടവും ഒക്കെ. എന്ത് ചെയ്യാൻ പറ്റും? സച്ചി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ രേവതി അങ്ങോട്ട് ചെന്നു, എന്താ സച്ചിയേട്ടാ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അവൻ ആരാന്ന് അവന്റെ വിചാരം? ആ പോലീസുകാരന് അവനൊരു പദവി ഉണ്ടെന്ന് ഓർത്തോണ്ട് ബാക്കിയുള്ളവരുടെ മേക്കിട്ട് കയറാന്നായിരിക്കും അവന്റെ വിചാരം. രേവതിക്ക് കാര്യം മനസ്സിലായില്ല. രേവതി ചോദിച്ചു, എന്താ സച്ചിയേട്ടാ എന്താന്നോ? അവൻ എന്റെ കാറ് പിടിച്ചോണ്ട് പോയി. കാറ് പിടിച്ചോണ്ട് പോയെന്ന ആര്? ആ പോലീസുകാരൻ. അയ്യോ പോലീസുകാരനോ? സച്ചിയേട്ടൻ അതിനെന്തെങ്കിലും തെറ്റെന്തെങ്കിലും ചെയ്തോ? സത്യം പറ. അത് പിന്നെ ഞാൻ നോ എൻട്രി ബോർഡിന്റെ താഴെ കൊണ്ടേ കാറ് പാർക്ക് ചെയ്തു. അപ്പൊ സച്ചിയേട്ടൻ ചെയ്ത് തെറ്റല്ലേ? എടി അതിന് കാർ എടുത്തോണ്ട് പോകേണ്ട കാര്യമുണ്ടോ? അതിന് പകരം ഫൈൻ അടപ്പിച്ചാ പോരെ? ഇതൊന്നും അയാൾ പറഞ്ഞില്ല. അയാൾ എന്ത് ചെയ്ത? അയാൾക്ക് ദേഷ്യമായിരുന്നു. സച്ചേട്ടൻ എന്ത് ചെയ്തേ? അത് പിന്നെ എന്റെ അച്ഛനെ വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ എന്റെ കോളറിന് കയറി പിടിച്ചു. അപ്പൊ അതാണ് കാര്യം. അതുകൊണ്ടാണ് അയാൾ കാർ എടുത്തോണ്ട് പോയത്. ഓ, അപ്പൊ നീ ആളെ ഇപ്പൊ ന്യായീകരിക്കാൻ ശ്രമിക്കണോ? ന്യായീകരിച്ചല്ല സച്ചേട്ടാ. സച്ചി പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ കാർ കിട്ടണം. ഒരു കാര്യം ചെയ്യാം, നിനക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊന്ന് വിളിപ്പിക്കാൻ പറ്റുമോ? രേവതി പറഞ്ഞു, ഉണ്ട്, പരിചയത്തിലുണ്ട്, പ്രധാനമന്ത്രി ഉണ്ട്, അത് മതിയോ? പ്രധാനമന്ത്രി പറയണോ? ഉറപ്പായിട്ടും കേൾക്കുമായിരിക്കും. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ഓ നിനക്കിപ്പോഴും കോമഡി അല്ലേ? നീ കോമഡി പറഞ്ഞോണ്ടിരുന്നോ? എന്റെ ജീവിതമാർഗം ഇല്ലാതായി തീർന്നേ. അപ്പോഴേക്കും രേവതി പറഞ്ഞു, സച്ചിയേട്ടൻ വിഷമിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ ഞാൻ പൂവുണ്ട കൊടുക്കാൻ പോകുന്ന വീട്ടിലെ സാറ് SI ആണ്. അപ്പൊ മാഡത്തിനോട് സംസാരിച്ചു നോക്കാം. ഞാൻ നാളെ രാവിലെ പോയി സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായി. സച്ചിക്ക് സമാധാനമായി. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ സച്ചി സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. രേവതി രാവിലെ തന്നെ പൂ കൊടുക്കുന്ന വീട്ടിലേക്ക് വന്നു. അങ്ങനെ SIയുടെ ഭാര്യയെ കാണണം. ഭാര്യയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് അവരോട് രേവതി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെ, എൻ്റെ ഭർത്താവിൻ്റെ വണ്ടി ഇന്നലെ പോലീസുകാരനെ പിടിച്ചെടുത്തോണ്ട് പോയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആ വണ്ടി കിട്ടണം. എൻ്റെ ഭർത്താവിൻ്റെ ഉപജീവന മാർഗമാണ്, അതില്ലാതായി കളയരുത് മാഡം. അല്ല, എന്തിനാ കാറ് പിടിച്ചോണ്ട് പോയത്? അത് പിന്നെ നോ എൻട്രി ബോർഡിന്റെ താഴെ കാറ് പാർക്ക് ചെയ്തേനാ. അങ്ങനെ നോ എൻട്രി ബോർഡിന്റെ താഴെ കാറ് പാർക്ക് ചെയ്തെന്ന് പറഞ്ഞോണ്ട് പിടിച്ചോണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഫൈൻ അടപ്പിച്ചാൽ മതിയല്ലോ. അത് മതിയായിരുന്നു സാറേ, പക്ഷേങ്കില് അല്ല അത് മതിയായിരുന്നു മാഡം, പക്ഷേങ്കില് അങ്ങനെയല്ല സംഭവിച്ചതെന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും സാറിനോട് പറഞ്ഞ് ആ കാറൊന്ന് വിട്ടുകൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കുമോ? അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം കേൾക്കത്തില്ല. അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. മാഡം പ്ലീസ് മാഡം, എങ്ങനെയെങ്കിലും രേവതി പറഞ്ഞല്ലേ, അതുകൊണ്ട് ഞാൻ പോയി സംസാരിക്കാം. രേവതി ഇരിക്കും, ഞാൻ ചായ എടുക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ രേവതി സച്ചിയുടെ കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. സച്ചിയേട്ടാ, ഞാൻ സച്ചിയേട്ടന് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. സച്ചിയേട്ടൻ ധൈര്യമായിട്ടിരിക്കുക, കാർ കിട്ടുക തന്നെ ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പോഴാണ് സച്ചിക്ക് ശ്വാസം നേരെയായത്. കാറ് കിട്ടൂലോ. അങ്ങനെ ഒടുവിൽ സച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. ഇതേ സമയത്ത് അരുണിന്റെ ഫോണിലേക്ക് ദേവു വിളിക്കുന്നുണ്ട്. അപ്പൊ ദേവുവിന്റെ ലൈനാണ് ഈ പറയുന്ന അരുണ്. പിന്നീട് ദേവു വിളിച്ചിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് സാറേ പുതിയ സ്റ്റേഷനിൽ ചാർജ് എടുത്തിട്ട്? കുഴപ്പമൊന്നുമില്ല, ഇവിടെ എങ്കിലും ഒന്ന് നിന്നാ മതിയായിരുന്നു. അതെ, ഇവിടെയെങ്കിലും നിൽക്കണം കേട്ടോ. ഈ ദേഷ്യമൊക്കെ മാറ്റിയിട്ട് എത്രാമത്തെ ട്രാൻസ്ഫർ ആണെന്ന് വല്ല ബോധമുണ്ടോ? ഞാൻ കരുതിയത് എന്നാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സ്റ്റേഷനിൽ വന്ന് ചാർജ് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് നീ വരൂന്ന, പക്ഷെ വന്നില്ലല്ലോ.
അത് പിന്നെ അറിയാലോ, എനിക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല എങ്ങനെയുണ്ട് അവിടെ? വന്നു കഴിഞ്ഞ ഉടനെ ഒരുത്തൻ എന്നെ വെല്ലുവിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവന്റെ കാറും പിടിച്ചോണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഈ നാടത്ര ശരിയല്ല എന്നാ തോന്നേ. അപ്പോഴേക്കും ദേവ് പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല. അതെ, നമ്മൾ നിൽക്കുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ തമ്മിൽ നേരിട്ട് എപ്പോഴാ കാണുന്നതെന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം, ഇന്ന് വൈകുന്നേരം കാണാന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ. അങ്ങനെ ദേവ് കോള് കട്ട് ചെയ്തു. അരുണിന് സന്തോഷമായി. പക്ഷെ ഈ ബന്ധത്തെക്കുറിച്ച് ദേവുവിന്റെ വീട്ടിലോ അല്ലെങ്കിൽ സച്ചിക്കോ രേവതിക്കോ ആർക്കോട്ട് അറിയത്തുണ്ടായിരുന്നില്ല താനും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നേ. അങ്ങനെ സച്ചി അങ്ങോട്ട് കയറി ചെല്ലുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും 2 പോലീസുകാരന്മാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവര് ഒരുത്തരോട് പറഞ്ഞു, എടാ ഇന്ന് നോക്കിയേ, ഈ വരുന്നവനാ അരുൺ സാറിന്റെ ദേഹത്ത് ഇന്നലെ കൈവെക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അരുൺ അങ്ങോട്ട് വന്നു. എന്താടാ കാര്യം? സാറേ, എന്റെ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ വന്നാ. കാറ് കൊണ്ടുപോകാൻ വേണ്ടി വന്നാണോ? അതിന് ഇത്ര ബുദ്ധിമുട്ടി വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതെന്താളും വിട്ടുകിട്ടാൻ പോകുന്നില്ലെന്ന്. സാറേ വെറുതെ പറയരുത്, എനിക്ക് എന്റെ കാറ് വേണം. എനിക്ക് ഓട്ടോ ഉള്ളതാ. വെറുതെ സാറായിട്ട് എന്നെ നശിപ്പിക്കരുതെന്ന് പറഞ്ഞു. നശിപ്പിക്കാനോ? എടാ നിനക്കൊരു എല്ല് കൂടാല. അതുകൊണ്ട് ഇപ്പൊ കാർ നീ അങ്ങനെ കൊണ്ടുപോണ്ട. സാറേ, സച്ചി ഒരു തീരുമാനം എടുത്താ കാറ് കൊണ്ടുപോകുന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും. അതിനൊരു മാറ്റമില്ല. അത്രയ്ക്ക് ധൈര്യമാണ്. നീ ഒരു കാര്യം ചെയ്യുക, ആ കാറിനൊരു എടുത്തോണ്ട് പോയി കാണട്ടെ. സാറേ, ഇന്നൊരു ദിവസം ഉണ്ടെങ്കിൽ സച്ചി ഈ കാറി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തെത്തിച്ചിരിക്കും. ഞാനാ പറയണം. ഓഹോ, നിനക്ക് അത്രയ്ക്കിതോ? അന്നൊന്ന് കണ്ടിട്ട് എന്നെ കാര്യം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും SI അങ്ങോട്ടേക്ക് വന്നു. SIനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സച്ചി ചെന്നു. സച്ചി ഓടി ചെന്നിട്ടുണ്ട്. സാറേ, ഞാനാ സച്ചി, എൻ്റെ കാറാണ് ഈ സാറ് പിടിച്ചോണ്ട് വന്നേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും SI സാറ് എന്നിട്ട് അരുണിനോട് ചോദിച്ചു, എന്താടോ താൻ എന്തിനാ ഇയാളുടെ കാർ പിടിച്ചോണ്ട് വന്നേ? അത് പിന്നെ സാറേ, നോ എൻട്രി ബോർഡിന്റെ താഴെ കാർ പാർക്ക് ചെയ്തിരുന്നു. എടാ, അതിന് ഫൈൻ അടപ്പിച്ച പോരെ, അതിന് കാർ പിടിച്ചോണ്ട് വരേണ്ട കാര്യമുണ്ടോ? സാറേ, അത് ചോദിക്കാൻ ചെന്ന സമയത്ത് എൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയോ ചെയ്തേ. ആണോ സച്ചി? അത് പിന്നെ സാറേ, എൻ്റെ അച്ഛന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ. എന്തിനാണോ താൻ ഇയാളുടെ അച്ഛനെ പറഞ്ഞേ? ഒടുവിൽ അരുൺ നാണം കെട്ട് നിൽക്കുകയാണ്. SI പറഞ്ഞു, കാറിന്റെ കീ എടുത്തു കൊടുക്കുക. സച്ചി ഫൈൻ അടച്ചോണെന്ന് പറഞ്ഞു. അതൊക്കെ ഇപ്പൊ തന്നെ ഞാൻ അടച്ചോളാം സാറേ, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കാറിന്റെ കീയും മേടിച്ചോണ്ട് സച്ചി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ അരുൺ അങ്ങോട്ടേക്ക് വന്നു. അരുൺ സച്ചിനെ നോക്കുന്ന സമയത്ത് സച്ചി പറഞ്ഞു, നമുക്ക് വീണ്ടും കാണാം സാറേ. അത് കേട്ടപ്പോ അരുണ് സഹിക്കോ? അരുൺ പറഞ്ഞു, നിന്നെ ഞാനും വെറുതെ വിടാൻ പോകുന്നില്ലടാ. എവിടെയെങ്കിലും വെച്ച് നിന്നെ എന്റെ കയ്യിൽ കിട്ടും, അപ്പൊ ഞാൻ തീർത്തോളാം. ഇപ്പൊ നീ രക്ഷപ്പെട്ടെന്ന് നിന്റെ മനസ്സിലൊരു വിചാരം ഉണ്ടായിരിക്കും. പക്ഷേ അത് വെറുതെയാണ്. ഇപ്പൊ കാറ് കയ്യിൽ കിട്ടിയെന്ന് ഓർത്തോണ്ട് നീ അത്ര എങ്ങോട്ട് സന്തോഷിക്കൊന്നും വേണ്ട. SI സാറിന്റെ കരുണ കൊണ്ടാണ് നീ ഇപ്പൊ വീട്ടിലേക്ക് പോകുന്നത്. പക്ഷെ അല്ലായിരുന്നെങ്കിലുണ്ടല്ലോ, നിനക്കിട്ടുള്ള പണി ഞാൻ തന്നേനം. സാരമില്ല, ഇനിയും സമയമുണ്ടല്ലോ, അപ്പൊ നിനക്കിട്ടുള്ള പണി ഞാൻ തന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ അങ്ങോട്ട് കയറിപ്പോയി. സച്ചി ഒരു വിജയിച്ചിരിയൊക്കെ ചിരിച്ചോണ്ട് കാറും എടുത്തോണ്ട് പോരുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.